ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ഡയറി മിൽക്ക് പുഡിംഗ് തയ്യാറാക്കിയാലോ. പേര് പോലെ തന്നെ നല്ല ടേസ്റ്റി ആയൊരു പുഡിംഗാണ്. ഡയറി മിൽക്കെല്ലാം ഉപയോഗിക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കലെന്ന് നോക്കാം. ക്രീം പുഡിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്കിതിന് വിപ്പിംഗ് ക്രീം ആവശ്യമുണ്ട്. 3 സ്പൂണോളം ഞാൻ ഫിയാനോ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അത് 3 സ്പൂണിൽ എടുത്തിട്ട് നമുക്ക് ബീറ്റ് ചെയ്ത് ക്രീമാക്കി എടുക്കാം. ക്രീമിന് ഞാൻ മധുരത്തിന് വേണ്ടി ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. ക്രീമിൽ തന്നെ ഓൾറെഡി മധുരം കുറച്ചുണ്ടാകും. അതുകൊണ്ട് ഞാൻ അധികം മധുരമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ നമ്മളാക്കി വരുമ്പോൾ എന്തായാലും പുഡിങ്ങിന് ഏകദേശം മധുരമൊക്കെ ഉണ്ടാവും. മധുരം അഥവാ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയോ അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ക്രീം ഇവിടെ റെഡിയായി. ഇനി ഒരു പുഡിംഗ് ട്രേ എടുത്തിട്ട് സൈഡ് കട്ട് ചെയ്ത ബ്രെഡ് എന്ത് ചെയ്യാം, നമുക്ക് ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിൽ ബ്രെഡ് ഒന്ന് നനച്ചെടുക്കാൻ വേണ്ടി കുറച്ച് പാലും കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തതാണ്. അതും കൂടി ബ്രെഡിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. ബ്രെഡ് ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച ക്രീം ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിൽ കുറച്ചിട്ട് കൊടുത്തിട്ട് അത് സെറ്റ് ചെയ്ത് വെക്കാം. ക്രീം ഫുള്ളായിട്ട് ഉപയോഗിക്കുന്നില്ല, പകുതി ക്രീം നമുക്ക് ഇതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്ത് വെക്കാം. 2 ലെയറായിട്ടാണ് പുഡിംഗ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് ഫസ്റ്റത്തെ ലെയറിൽ കുറച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് നട്ട്സും കൂടി വിതറി കൊടുക്കാം. നട്ട്സൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. നട്ട്സൊക്കെ ഇട്ടുമ്പോൾ കുറച്ച് പുഡിങ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഉപയോഗിക്കാം. ഇന്ന നട്ട്സ് തന്നെ വേണമെന്നൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഉപയോഗിക്കാം. അതിനുശേഷം ഒന്നും കൂടി ബ്രെഡ് വെച്ചിട്ട് ഒരു ലെയറും കൂടി തയ്യാറാക്കാം. നമ്മൾ നേരത്തെ ചെയ്ത പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്യുക. അതിൻ്റെ മുകളിൽ ഒന്നും കൂടി ബാക്കി വരുന്ന ക്രീമും കൂടി സെറ്റ് ചെയ്ത് വെക്കാം. നമുക്ക് ക്രീമൊക്കെ ഒന്ന് ഇതിൻ്റെ മുകളിൽ സെറ്റാക്കിയതിന് ശേഷം ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഒന്ന് കുറച്ച് തണുക്കട്ടെ. അപ്പോഴേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഡയറി മിൽക്കിനെ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് വരാം. അതിന് വേണ്ടി ഒരു ബോൾ എടുത്തിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് 2 സ്പൂണോളം വിപ്പിംഗ് ക്രീം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ വിപ്പിംഗ് ക്രീം എടുക്കാം. മറ്റേ അതിലേക്ക് ഒരു 6 ഡയറി മിൽക്ക്, 20 രൂപേൻ്റെ 6 ഡയറി മിൽക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി അത് ഇട്ട് കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ചൂടോടെ തന്നെ നമുക്ക് പോയിട്ട് പുഡിങ്ങിലേക്ക് ഒഴിച്ചു കൊടുക്കണ്ട. ഇതൊന്ന് തണിഞ്ഞതിന് ശേഷം പുഡിങ്ങിലേക്ക് നമുക്കിത് ഒന്ന് ഒഴിച്ചു കൊടുത്ത് സെറ്റാക്കി വെക്കാം. ഇനി എന്ത് ചെയ്യാം, ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ചും കൂടി നട്ട്സും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊരു 3 മണിക്കൂറോളം ഫ്രിഡ്ജിൽ നല്ലോണം തണുക്കാൻ വെക്കാം. അപ്പോഴാണ് പുഡിങ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ പുഡിങ് ഇവിടെ തയ്യാറായി. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല ടേസ്റ്റിയായ പുഡിങ്ങാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോ. ഡയറി മിൽക്കും ക്രീമൊക്കെ ആക്കി കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഓക്കെ, ബൈ.